ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചു തൻ്റെ ഉള്ളിലെ പ്രണയം ഹരിയോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ഹരി ഞെട്ടിപ്പോയി കേട്ടോ. അച്ചു ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലല്ലോ, അച്ചു പാവമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ഇപ്പോഴും പാവമൊക്കെ തന്നെയാണ്, പക്ഷേ എൻ്റെ ജീവിതമല്ല അത് ഞാൻ വേണ്ടേ നോക്കാനായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കിത് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്കിത് പറയാൻ പറ്റത്തില്ലാതെ വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പോകുകയെന്ന് പറഞ്ഞു ഹരി അങ്ങ് പോകണു. ഹരി അങ്ങ് പോയിട്ട് അപ്പോൾ അച്ചു തന്നെയല്ലേ ഉള്ളൂ. അച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു ഹരി. ഞാനെന്തിനാ വരുന്നേ, എന്നെ എൻ്റെ ഏട്ടൻ വന്ന് കൊണ്ടുപോക്കോളൂ എന്ന് അച്ചു പറയാം. ഹരി ധർമ്മസങ്കടത്തിലായി. ചോദിച്ചാൽ പറയാമല്ലോ, ശ്രീഹരി എന്നെ ഇവിടെ കൊണ്ട് നിറക്കിയിട്ടിട്ട് പോയി കളഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു അവിടെ ചെന്ന് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഹരി ആകെ ധർമ്മസങ്കടത്തിലായി, പാവം. എന്നിട്ട് നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അച്ചുവിൻ്റെ അടുത്ത് എന്നിട്ട് അച്ചു എന്തിനാ കുട്ടി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. കുട്ടിയോ? ഞാനോ? അച്ചു അങ്ങനെ വിളിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അടുത്തിരുന്നിട്ട് അതെ ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാവെന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടി അല്ല, അച്ചു പറഞ്ഞതൊന്നും ഞാൻ വേറെ ആരോടും പറയില്ല, കുട്ടി ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. സേതുവേട്ടൻ അറിഞ്ഞാൽ കൊന്നു കളയും എന്നെയെന്നും പറയുക. എനിക്ക് സേതുവേട്ടൻ എന്ന് വെച്ചാലേ ജീവനാണെന്ന് പറഞ്ഞപ്പോൾ ആ സേതുവേട്ടൻ്റെ പെങ്ങളാ മാഷേ ഞാനെന്ന് അച്ചു പറഞ്ഞു. സേതുവേട്ടൻ ജീവനാണെങ്കിൽ ആ ജീവൻ്റെ പെങ്ങൾക്ക് ഒരു നല്ല ജീവിതം തന്നൂടെ ഹരിക്ക് എന്ന് അച്ചു ചോദിക്കുക. പാവ ഹരി. അപ്പോൾ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. അറിയാലോ, കല്യാണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കും, ഒരു എസ്സിന് വേണ്ടി എന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ ഹരിയോട് പറയാം. വാവ ഹരി ആകെ ധർമ്മസങ്കടത്തിലായിട്ടോ. അച്ചു എഴുന്നേറ്റ് വണ്ടിയിലേക്ക് പോവുകയും ചെയ്തു. ഹരി ഇങ്ങനെ അവിടെ ഇരിക്കുക. വരുന്നില്ലേ എന്ന് അച്ചു ചെന്നിട്ട് ഹരിയെ വിളിക്കുക. വരുവാ എന്നും പറഞ്ഞിട്ട് ഹരി എഴുന്നേറ്റ് ചെന്നു. അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയുടെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് കയറി വരുമ്പോൾ അമ്മയും മോളും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ പല്ലവി ചേച്ചിയെ കാണാൻ പോയതാണെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ പല്ലവി തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം അച്ഛൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് അച്ഛൻ പറയുന്നതിന് മുൻപ് തന്നെ എനിക്കറിയായിരുന്നു. ഞാൻ അറിയുന്ന എൻ്റെ ചേച്ചിക്ക് ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവാനുഗ്രഹം, അല്ലാതെ ഇപ്പോൾ എന്താ അതിനെ പറയേണ്ടതെന്ന് അച്ഛൻ ഇങ്ങനെ ഭാര്യയോടും മകളോടും പറയും. പിന്നെ കിട്ടിയ മൃതദേഹം വേറെ ആരുടെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോലീസിൻ്റെ പത്തി മടങ്ങിയെന്നുള്ള കാര്യം അച്ഛൻ പറയാം. അവനിപ്പോൾ ഭദ്രമായിട്ട് ഒരിടത്തുണ്ട്, അത്രയും സമാധാനമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അമ്മ വന്നിട്ട് എനിക്കൊന്ന് കാണണമല്ലോ മാഷേ അവളെ, നമുക്കൊന്ന് പോയാലോ അവിടം വരെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്, എല്ലാം ഒന്ന് ആറ് തണുത്തിട്ട് പോയാൽ മതി, ഞാൻ തന്നെ കൊണ്ടുപോകാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംശയം അതല്ല മാഷേ, കണ്ടത് വേറെ ആരുടെയോ മൃതദേഹമാണ് എന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ മൃതദേഹം പിന്നെ അത് എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുക. അത് കേട്ടപ്പോൾ പാറു പറഞ്ഞു, അമ്മയ്ക്ക് ഇതുവരെ അതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയില്ലേ, ചേച്ചിയെ ചതിക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥ ഇത്. അപ്പോൾ പോലീസ് അന്വേഷണത്തിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. കിട്ടിയ ബോഡി ആരുടേതാണെന്ന് വ്യക്തമാകുന്നതിന് മുൻപ് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ തിടുക്കം കാണിച്ചവരാ അവർ, അതുകൊണ്ട് പോലീസിനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പാറു നിന്നിങ്ങനെ പറയുക. അവരിൽ നിന്ന് ചേച്ചിക്ക് അനുകൂലമായ എന്തൊരു നീക്കം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞു. സേതുവേട്ടനുണ്ട്, ആ ഒരാളുടെ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ എന്ന് നമ്മുടെ പാറു ഇങ്ങനെ പറയാം. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഈ ഒരു കാര്യവും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ പല്ലവിക്ക് സംഭവിച്ച ദുരന്തം, പല്ലവി അനുഭവിച്ചത്, പോരാടിയ വഴികൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. ഈ സമയത്താണ് പിന്നെ നമ്മുടെ പൊന്നുമടം കാണിക്കുന്നത്. പൊന്നുമടത്തിൽ നാത്തൂനും ആങ്ങളെയും കൂടെ നമ്മുടെ പൂർണിമയെ കാണാനായിട്ട് വന്നു. അപ്പം ഞാൻ നിന്നെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് പൂർണിമ പ്രതാപനോട് പറഞ്ഞു. തലപൊക്കി നടക്കാൻ വയ്യ ചേച്ചി, കാണുന്നവർ മുഴുവൻ അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതാപൻ പറഞ്ഞു. എന്നാലും എൻ്റെ പൊന്നു ചേച്ചി കഷ്ടമായി പോയി കേട്ടോ, അവൾ ഇത്രയും ഭയങ്കരയാണെന്ന് കണ്ടപ്പോഴും തോന്നത്തില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറയണം പുള്ളിക്കാരിയും. അപ്പോൾ സ്വന്തം ഭർത്താവിനെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ധൈര്യം അവൾക്ക് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ പത്മജേ എന്ന് പൂർണിമ പറഞ്ഞു. അപ്പം ഇല്ലേ നടന്നാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, കാശുണ്ടെങ്കിലേ ഏത് കേസും തേച്ച് മായ്ച്ച് കളയാൻ കഴിയുമെന്ന് പ്രതാപൻ പൂർണിമയോട് പറയാം. എനിക്കൊന്നേ ചേച്ചിയോട് പറയാനുള്ളൂ, ഇന്നത്തോടെ അവസാനിപ്പിച്ചോളണം അവളുടെ ഈ വീട്ടിലുള്ള താമസം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാം. ഇനി അവളുടെ നിഴൽ പോലും ഈ വീട്ടിൽ കണ്ടുപോയേക്കരുത് എന്നും. അപ്പം അതൊക്കെ കേട്ട് മോളെ അച്ചു പല്ലവി എന്നും പറഞ്ഞു നമ്മളെ പൂർണിമ വിളിച്ചു. രണ്ടെണ്ണം ചമ്മി അന്തം വിട്ട് നോക്കിയിരിക്കും കേട്ടോ. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ രണ്ട് നാണം കെട്ടിങ്ങനെ ഇരിക്കാം. അപ്പോൾ എന്താ അമ്മയെന്ന് പല്ലവി ചോദിച്ചു. പല്ലവിയുടെ നിഴൽ പോലും ഈ വീട്ടിൽ കണ്ടുപോകരുതെന്നാണ് പ്രതാപൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രതാപൻ ഇങ്ങനെ പൊന്നും വെച്ചോണ്ടിരിക്കുകയാണ്. പല്ലവിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ചമ്മിപ്പോയി. അപ്പോൾ പൂർണിമ ഇങ്ങനെ ഇവനെ നോക്കി ചിരിച്ചോണ്ടിരിക്കും കേട്ടോ. പത്മജയ്ക്കും ഭയങ്കര ദേഷ്യം. അപ്പോഴാണ് ഈ ശബ്ദം കേട്ട് നമ്മുടെ സേതു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. സേതു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ എഴുന്നേറ്റ് ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ ഞാനവിടെ പോകാനാ? ഞാൻ എങ്ങും പോകാനില്ലല്ലോ, നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോടാ സേതു.
അതൊക്കെ പറഞ്ഞ് സേതുവിനെ കളിയാക്കുമോ പ്രതാപൻ. ശരി, പെണ്ണിന്റെ ചിരി കണ്ട ചിലരതിൽ മയങ്ങി വീഴുമെന്നുള്ളത് സത്യം തന്നെയാണ്. എടാ നീ ഒരാണല്ലേ, അങ്ങനെയൊക്കെ മയങ്ങി വീഴാൻ കൊള്ളാവോടാന്ന് ചോദിച്ചപ്പം അതിനിപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് സേതു പറഞ്ഞു. സംഭവിച്ചില്ലയോ? 1 മണിക്കൂറിനിടെ 100 കോളം ഞങ്ങൾക്ക് വന്നതെന്ന് പത്മജ പറഞ്ഞപ്പോൾ അതെന്താ ഫോണിൻ്റെ ബില്ലടിച്ചില്ലേ എന്ന് ചോദിച്ചു സേതു. അപ്പോഴേക്കേ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുക കേട്ടോ. എടാ കളിയാക്കല്ലേ, നീ കളിയാക്കാൻ നിൽക്കല്ലേ എന്നും പറഞ്ഞു പ്രതാപൻ. ഇവളെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു പ്രതാപൻ വലിയ ഷോ ഇറക്കുക. അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചു സേതു. ഇവളെ കൊലക്കേസിലെ പ്രതിയാണെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഇൻസൾട്ട് ചെയ്യുക. പൂർണ്ണം ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അച്ചുവിന് ദേഷ്യം വന്നു. എന്നും പറഞ്ഞു പത്മജി. അപ്പോൾ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ ഇപ്പോൾ പല്ലവി ഇവിടെ വന്ന് നിൽക്കുമോ? അവളെ റിമാൻഡ് ചെയ്യില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല. കല്യാണമാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കശവിശ ഉണ്ടായാൽ അതാകെ നാണക്കേടാകും. ഇവൾക്കും നിനക്കും നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതുപോലെയല്ല ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പല്ലവി ഇന്ദ്രനെ ഒന്നും ചെയ്തിട്ടില്ല. അത് തെളിയിച്ചാലോ എന്ന് സേതു ചോദിച്ചപ്പോൾ ആര് തെളിയിക്കും? ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ഈശ്വരൻ ഇവനെങ്ങനെ തെളിയിക്കുമെന്ന്. കല്യാണത്തിന് മുൻപ് ഞാനത് തെളിയിച്ചിരിക്കുമെന്ന് നമ്മുടെ സേതു പ്രതാപനെ വെല്ലുവിളിക്കുക. പല്ലവിയുടെ നിരപരാധിത്വം അതെല്ലാവർക്കും മനസ്സിലാകും. എന്താ തനിക്കത് പോരേന്ന് ചോദിച്ചു. പറയാൻ എളുപ്പമോ? അത് നടന്നില്ലെങ്കിലോ? അപ്പം നടത്തും, ഞാനത് നടത്തി കാണിക്കും. നടക്കുന്നത് മാത്രമേ സേതുമാധവൻ പറയാറുള്ളൂ എന്ന് നമ്മുടെ സേതു പ്രതാപൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു പറയുന്നു. ഇനി അഥവാ ഇനിയിപ്പോൾ തെളിയിക്കാനൊന്നും പറ്റിയില്ല എങ്കിൽ പല്ലവി ആ കല്യാണത്തിൽ പങ്കെടുക്കില്ല എന്ന് സേതു തറപ്പിച്ചു പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ അതെ, അത് തന്നെ എൻ്റെയും തീരുമാനം. ഞാൻ ആ പന്തലിലേക്ക് പോലും വരില്ല എന്ന് നമ്മുടെ പല്ലവിയും ഈ പ്രതാപനെ വെല്ലുവിളിക്കുന്നു. ഷോയുമായിട്ട് വന്നതാ, മല പോലെ വന്നത് എലി പോലെ പോയി. ഓഹോ, നീ വെല്ലുവിളിക്കുകയാണോ എന്നെ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ അതെ, പല്ലവിയെ സംശയിക്കുന്ന പലരെയും ഞാൻ വെല്ലുവിളിക്കും, എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. പല്ലവി തെറ്റുകാരി അല്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോൾ നീ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് ചോദിച്ചു. പറയുക മാത്രമല്ല പ്രവർത്തിച്ച് കാണിച്ചു തരാം, എന്തോ കാണണോന്ന് ചോദിച്ചേ നമ്മുടെ സേതു. പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ചിരിയല്ല, പിന്നെ ആ പെണ്ണിൻ്റെ ചിരി കണ്ടാൽ മയങ്ങി വീഴുന്ന പാരമ്പര്യം എനിക്കില്ല അങ്കിൾ പ്രതാപ എന്ന് സേതു. പിന്നെ ദേ മാധവമേനോൻ്റെ മകനായി ഈ സേതു മാധവൻ, അത് താൻ മറന്നു പോകരുത്, വായി തോന്നുന്നതൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പ്രതാപനോട് പറഞ്ഞു. പ്രതാപൻ മിണ്ടാണ്ട് നിന്ന് കേൾക്കുക. ആയിക്കോട്ടെ, ശരി അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ മ്യൂസിക് പരിപാടി അത് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് പ്രതാപൻ പറഞ്ഞു. വിഷയം മാറ്റിയിടുകയാണ്, ഇനി നാണം കിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിഖിലിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, അവർക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തോ എന്നാ അതിന് പറയുന്നേ? DJ അത് തന്നെ. അപ്പോൾ DJ അല്ല മാമ, DJ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കുന്തായാലും ശരി അതുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. നോക്കാമെന്ന് പറഞ്ഞു. നോക്കിയാൽ പോരാ, അതുണ്ടായിരിക്കണമെന്ന് പ്രതാപൻ പറയുമ്പോൾ നടത്താമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ താനി കോണം കാണും നിങ്ങളെല്ലാന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഉത്തരവ് പ്രതാപ എന്ന് പൂർണിമ വിളിച്ചപ്പം എന്ത് ചേച്ചി എന്ന് ചേച്ചി വന്നോട്ടെ ചേച്ചിയുടെ മുന്നിൽ. നിന്റെ ഡിമാൻഡ്സ് നീ പറയുന്നു, പെണ്ണ് വീട്ടുകാരായി പോയില്ലേ, അനുസരിച്ചല്ലേ പറ്റൂ എന്ന് നമ്മുടെ പൂർണിമയും പറഞ്ഞു. തിരിച്ച് അങ്ങോട്ടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിനക്കത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേച്ചി എന്താന്ന് ചോദിച്ചു. നിഖിലിൻ്റെ അച്ഛനും അമ്മയും അവരെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ നിനക്ക്? ഇപ്പോൾ വേണ്ട, കല്യാണത്തിൻ്റെ അന്നെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ചേച്ചി അത് വഴക്കായതുകൊണ്ടല്ലേ ചേച്ചി? അതെ വഴക്കാണ്, അത് തീർക്കാനേ എന്തുകൊണ്ട് നിനക്ക് പറ്റുന്നില്ല എന്ന് ചേച്ചി ചോദിച്ചപ്പോൾ അത് പിന്നെ ചേച്ചി ഞാൻ കുറവുകളെ എല്ലാവർക്കും കാണും, അത് നീ മറന്നു പോകരുത് കേട്ടോ പ്രതാപ എന്ന് പറഞ്ഞു നമ്മുടെ പൂർണിമ. ഓരോന്നും മുന്നോട്ട് വെക്കുമ്പോൾ അതൊക്കെ ചിന്തിച്ച് വേണം ചെയ്യാനെന്നും പറഞ്ഞ് പൂർണിമയെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അതും പറഞ്ഞ് പൂർണിമ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചമ്മി നിൽക്കുക ചേച്ചി എന്ന് പറഞ്ഞ് അച്ചുവും പല്ലവിയും കൂടെ അകത്ത് പോയി. സേതു അകത്തേക്ക് പോയി. ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കണം, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടുന്ന് പോവുക. ഈ സമയത്ത് ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രാജലക്ഷ്മി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കാലും കയറ്റി ഇരിക്കുവാണ്. എന്തിനാണ് പല്ലവിയെ വിട്ടതെന്നും ചോദിച്ചു. ആരോട് ചോദിച്ചിട്ടാ പല്ലവിയെ വിട്ടതെന്നും ചോദിച്ചു. അപ്പം മേഡം ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഈ പുള്ളിക്കാരിക്ക് ഇതെന്താ പറ്റിയേ എന്ന ഇതിൽ അതൊക്കെ ചോദിക്കാൻ നമ്മളാരാണാവോ എന്ന് മേഡം രാജലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളെ പോകാൻ അനുവദിച്ചതെന്ന് എനിക്കറിയണമെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ നിങ്ങളുടെ മകനെ കാണാതായി, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല, ആദ്യം അതിനുള്ള ഉത്തരം കിട്ടട്ടെ, അതിന് ശേഷമല്ലേ അടുത്ത നടപടി എന്ന് ചോദിക്കുമ്പോൾ അവളെൻ്റെ മകനെ പുഴയിലേക്ക് തള്ളിയിടുന്നത് കണ്ടവരുണ്ടല്ലോ, മൊഴിയും തന്നില്ലേ എന്ന് ചോദിച്ചു.
അത് ചെയ്തത് അവൾ തന്നെയാണ് എന്ന് ദൃക്സാക്ഷി പറയുമ്പോൾ ഞാനും ഉണ്ടായിരുന്നല്ലോ അവരുടെ മുന്നിൽ. ദേ രാജലക്ഷ്മി, സത്യത്തിൽ നിങ്ങളിപ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കണ്ടുകിട്ടിയ ബോഡി നിങ്ങളുടെ മകൻ്റേതല്ല എന്ന് അറിഞ്ഞതുകൊണ്ട്. അതിനു പകരം ഒരു തെളിവുമില്ലാതെ പല്ലവിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു. ദേ, എന്തായാലും വധശ്രമം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെയാണ് എന്ന് ഈ മേഡം പറയുവാണ് രാജലക്ഷ്മിയോട്. പക്ഷെ ആ വകുപ്പിൽ ഒരു കേസ് എടുക്കണമെങ്കിലേ നിങ്ങളുടെ മകൻ വന്നും മൊഴി തരണമെന്ന് പറഞ്ഞു. അയാളെ പല്ലവി കൊല്ലാൻ ശ്രമിച്ചു എന്ന് അയാൾ വന്നു പറയണം എന്ന് പറഞ്ഞു. അത് നടക്കാത്തിടത്തോളം കാലം എനിക്കിവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നും പറഞ്ഞു. നിയമപരമായിട്ടും അല്ലാതെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മേഡം പറഞ്ഞപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം പല്ലവിയെ രക്ഷിക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് അറിയാവുന്ന രാജലക്ഷ്മി പറയാം. നിങ്ങളുടെ മുകളിലുണ്ടല്ലോ ഉദ്യോഗസ്ഥര്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പം എന്താ ഭീഷണിയാണോ എന്ന് ചോദിച്ചു കേട്ടോ. രാജലക്ഷ്മി ഒരു ഒറ്റ നോട്ടം മേഡത്തിനെ തൂറിച്ച് മേഡത്തിന് എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. ആണെങ്കിൽ അത് പറയണം കേട്ടോ, പേടിക്കാനാ എന്ന് മേഡം പറഞ്ഞു. അങ്ങനത്തെ രാജലക്ഷ്മി എടുത്തിട്ട് പൊളിച്ചടുക്കിയിട്ട് കൂടുതൽ ഷോ കാണിച്ചാലുണ്ടല്ലോ നിങ്ങളെയും ചേർത്ത് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞുവെന്നും എന്തുകൊണ്ട് അവൻ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ അന്വേഷിക്കുന്നുണ്ട്, കിട്ടുമ്പോൾ അറിയിച്ചേക്കാമെന്ന് പറഞ്ഞു മേഡം. എൻ്റെ മകൻ എന്തെങ്കിലും അപകടം പറ്റിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നും പറഞ്ഞ് രാജലക്ഷ്മി വഴക്കുണ്ടാക്കുക. കണക്ക് പറയേണ്ടി വരും നിങ്ങൾ ഓർത്തോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രാജലക്ഷ്മി അങ്ങ് ഇറങ്ങിപ്പോണു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമായി നിഖിലും ഇന്ദ്രനുള്ള ഫുഡുമായിട്ട് ചെല്ലുക. അപ്പോൾ സോറിടാ, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണല്ലേടാന്ന് പറഞ്ഞു. എന്താ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. ആർക്കായാലും അത് തോന്നൂല്ലേടാ, എനിക്കൊന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞു. പക്ഷേ എടാ, നീ ഇത് സഹിച്ചേ പറ്റൂ, സഹിക്കണം. സോറി മാൻ, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പം നീ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ നീ എന്തിങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ്, അതിനെപ്പറ്റി ആലോചിക്കണ്ടേന്ന് ചോദിച്ചു. ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നീ ഇപ്പം ഇതൊന്നും എന്നോട് പറയണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലുത് ഞാൻ മാത്രമാണെന്ന് ഇന്ദ്രൻ പറയൂ കേട്ടോ. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, ഇത് മാത്രമാണ് എനിക്ക് വലുത്. അത് മാത്രമാണ് എനിക്ക് പ്രധാനം. മറ്റൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അതിപ്പോൾ സ്വന്തം അമ്മയായാൽ പോലും എനിക്ക് വിഷയമല്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ എടാ എന്നും പറഞ്ഞ് ഈ നിഖിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ വെള്ളവടിയും നിഖിലിനോടുള്ള സംസാരമായിട്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു. നിനക്കറിയാവുന്നതല്ലേ, ഒരു മനുഷ്യൻ അവനവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്ന്, മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൻ പറയുന്നത് നുണയാടാ, ശുദ്ധ നുണയാണെന്ന് പറഞ്ഞു. ഞാൻ പല്ലവിയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനൊരു സുഖം അനുഭവിക്കുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ, അതിന് വേണ്ടി ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നും പറഞ്ഞു ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. എടാ ഇന്ദ്ര, ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യാനായിട്ടൊന്നും അല്ല വന്നതെന്ന് നിഖിൽ അന്നേരം ഇന്ദ്രനോട് പറയുക. ഇടയ്ക്കിടയ്ക്ക് നീ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറില്ലേ, അതൊന്ന് അവസാനിപ്പിച്ചേക്കണമെന്ന് പറഞ്ഞു. കാര്യങ്ങൾ കൂടുതൽ കൈവിട്ട് പോകുമെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഈ കല്യാണം മുടങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ കല്യാണം മുടങ്ങിയാലേ ആൾക്കൊരു നഷ്ടവും വരാനില്ല, മറിച്ച് നിനക്ക് ലാഭമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു. നീ പൊയ്ക്കോടാ, എനിക്കിതിനെ മനസ്സിലാകും, നീ പൊയ്ക്കോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിഖിലിനെ പറഞ്ഞു വിടുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പല്ലവി ഇങ്ങനെ അവിടെ പുറത്ത് വിഷമിച്ചിരിക്കുമ്പം സേതു ഫുഡുമായിട്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ നീ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. വിശപ്പില്ല എന്ന് പറഞ്ഞു. വിശപ്പില്ലേ? ഇല്ല. അതെന്താ വിശപ്പില്ലാത്തത്? അത് പിന്നെ സേതുവേട്ട ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് സേതുവേട്ട, എനിക്ക് വേണ്ട എന്ന് പല്ലവി വീണ്ടും പറയാം. അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ലെന്നാണ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവിയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാണ് നമ്മുടെ സേതു. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പല്ലവിക്ക് നിർബന്ധിച്ച് അത് വാരി കൊടുക്കുന്നു. പല്ലവി അത് മേടിച്ച് കഴിച്ച് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.